നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തക്കോണം താന് പരിശുദ്ധാത്മ എന്റെ ഉള്ളിൽ തന്ന ഒന്ന് രണ്ട് ചെറിയ ആലോചനകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. പ്രൈസ്. നമുക്കൊരു വാക്യം വായിക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു പ്രാർത്ഥനാ കൂട്ടായ്മയാണല്ലോ. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങള് ആരെങ്കിലും വായിച്ചാൽ ഓക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. തന്നെ വായിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ വായിച്ച അനുഗ്രഹമായിരിക്കും. 1 തിമോഥെയോസ് 2-ാം അധ്യായം 1, 2, 3 വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനവും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. ആമേൻ, ആമേൻ. ഞാന് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ തട്ടുന്ന കുറെ വാക്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യാൻ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം സൗകര്യത്തിൽ ലാസ്റ്റ് വായിച്ച വാക്യം പറയുക, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാണ്. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒത്തിരി വചനങ്ങൾ ബൈബിളിനകത്തുണ്ട്. നമ്മൾ കുറച്ചൊക്കെ നോക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കണം നമ്മുടെ എല്ലാം ഉദ്ദേശം അതല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ ഉദ്ദേശമുള്ളൂ, ആണോ അല്ലയോ? നമ്മൾ ഉപവസിക്കുകയാണെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മ ചെയ്യുകയാണെങ്കിലും സഭ നടത്തുവാണെങ്കിലും നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, ആണല്ലോ? അതിനടുത്ത് നിങ്ങളെല്ലാം സമ്മതിക്കുന്നു, വിശ്വസിക്കും. അപ്പൊ എത്ര പേര് ആഗ്രഹിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കണം? അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എത്ര പേര് ആഗ്രഹിക്കണം? നമ്മള് സാധാരണപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെയുള്ള പ്രാർത്ഥന, ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല, ദയവായി അങ്ങനെ ആരും എടുക്കരുതേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയാം, ആരും കുറ്റപ്പെടുത്തി പറയുന്നില്ല. ഞാൻ കർത്താവേ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും ആമേൻ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ ബന്ധക്കോസായിട്ട് പറയും, കർത്താവ് എന്റെ ചുറ്റോട് അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതും പിന്നെ അയൽവക്കത്തുകാരന് എന്തെങ്കിലും നമ്മളുമായിട്ട് കിരിക്കിരി, കർണാടക കിരിക്കിരി എന്ന് പറഞ്ഞ വല്ല ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ല കിരിക്കിരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, കർത്താവെ നീ അവനെ പാഠം പഠിപ്പിക്കണമെന്ന് പറയുമായിരിക്കും. പിന്നെ പാസ്റ്ററാണ് അങ്ങനെ പറയാനൊക്കത്തില്ല. അതുകൊണ്ട് സഭയിലുള്ള കർത്താവെ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുരുക്കം നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കൂടി വന്ന ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, കർത്താവെ സ്തോത്രം സ്തോത്രം, കർത്താവെ സ്തോത്രം, അത് 1000 2002 സ്തോത്രം ഒരുമിച്ച് പറഞ്ഞ് പ്രാർത്ഥന തീർന്നു. പക്ഷെ ബൈബിള് പുതിയ നിയമത്തില് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വചനം വായിച്ചതുപോലെ വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണം. ഇതിനു വേണ്ടിയാ നമ്മുടെ മേളിൽ പറയുക, നാം സകല മനുഷ്യർക്കും സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന്. അപ്പം നമുക്ക് ഈ ലോകത്തിൽ, നമ്മൾ ആയിരിക്കുന്ന ലോകത്തിൽ സാവധാനതയും സ്വസ്ഥതയും അതുപോലെ ഘനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, അതിനെ എനിക്ക് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് വിശ്വസിക്കുക, നമ്മുടെ ആ പേഴ്സണാലിറ്റി റെസ്പെക്ട് ചെയ്യുന്ന ലെവലില് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും. സാധാരണ പ്രാർത്ഥന പറയുക, പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണം. 4 കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് വചനം പറയുക, ഇത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മളെ ആക്കി വെച്ച ദേശത്തിന് വേണ്ടി ആയിരിക്കണം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ വേറൊരു വാക്യം ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യാവ് പ്രവചന പുസ്തകം അതിന്റെ 29-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഒന്ന് വായിക്കാൻ പറ്റുമോ? യെരമ്യാ പ്രവചന പുസ്തകം 29:7 ഞാൻ തന്നെ വായിക്കാൻ സൗകര്യം. അവിടെ പറയുക, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഹല്ലേലൂയ. അപ്പം ഇത് പുതിയ നിയമത്തിലെ വചനം മാത്രമല്ല, പഴയ നിയമത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യെരമ്യാവ് ആ വചനം പറയുമ്പോൾ അതിന്റെ മുകളിലത്തെ 3 വാക്യം പറയുമ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ബദ്ധന്മാരാക്കി കൊണ്ടുപോകാറാക്കിയ ദേശത്തിന്റെ. എന്നുവെച്ചാൽ ഇവരെ യെരൂശലേമിൽ നിന്ന് ബാബേലിലോട്ട് നെബൂഖദ്നേസർ രാജാവ് ഇവരെ പിടിച്ചുകൊണ്ടുപോയത്, അടിമകളായി കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെയാണ് നമ്മൾ കാണുന്ന രാജ്യങ്ങൾ കോട്ടയുണ്ട്. ഓരോ മൈസൂരിൽ ഞങ്ങൾ മൈസൂരുകാരനാണ്, അറിയാൻ പറ്റും. മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് പറയും. എന്തിനാ കോട്ട പണിതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളില് ഈ ജനങ്ങളെയാണ് ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നത്.
ഒരു രാജാവ് വന്ന് അടുത്ത രാജാവ് വന്നിട്ട് ഇവിടെ ജനങ്ങളെ പിടിച്ചോണ്ടു. എന്തിനെ പിടിച്ചോണ്ടെന്ന് വെച്ചാൽ അവർക്ക് വേല ചെയ്യും. ഇന്നത്തെ പോലെ JCB ലോറിയും ജീപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് എല്ലാ പണിയും ചെയ്യുന്ന മനുഷ്യന്റെ കൈകളാലാണ്. അപ്പം ഇവര് ആൾക്കാരെ പിടിച്ചുകൊണ്ടെന്ന് പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പണിയെടുപ്പിച്ച് ഓരോ കോട്ടകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാം മനുഷ്യന്റെ കയ്യെ ചെയ്ത്. പിരമിഡൊക്കെ കണ്ടാൽ നമ്മുടെ ആഫ്രിക്കയിലെ പിരമിഡൊക്കെ മനുഷ്യൻ ചെയ്ത, മിഷൻ ചെയ്തല്ല, അല്ലെങ്കിൽ ഇത് മന്ത്രം ചെയ്തുണ്ടാക്കിയല്ല, മനുഷ്യന്റെ കയ്യെ തന്നെ ചെയ്യിച്ചതാണ്. അപ്പം അതിന് ആൾക്കാർ വേണം. അപ്പൊ ഈ ആൾക്കാരെ കിട്ടേണ്ടതുകൊണ്ട് ഇവർ ആൾക്കാരെ പിടിച്ചോണ്ടു. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ ചെയ്ത തെറ്റുകൾ മുഖാന്തരം ദൈവം എന്താക്കി, ഇവരെ ബാബേലിലേക്ക് അല്ലെങ്കിൽ ബാബിലോണിലേക്ക് അടിമകളാക്കി അയച്ചു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയും, നിങ്ങള് ദേശത്ത് അവിടെ നിങ്ങള് സ്ഥലങ്ങൾ മേടിക്കണം, വീടുകൾ പണിയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, അവരും കല്യാണം കഴിക്കണം, അങ്ങനെ നിങ്ങൾ പെരുകണം. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ബദ്ധന്മാരാക്കി കൊണ്ടുപോയ ദേശത്തിന്റെ, ഹല്ലേലൂയ സ്തോത്രം, നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യം. ചിലപ്പോൾ നമ്മളെ ഇന്ന് ഭരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന ആൾക്കാര് നമുക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷേ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാകട്ടെ, അവര് വിഗ്രഹാരാധികളാകാം, അല്ലെങ്കിൽ ബന്ധക്കോസ് വിശ്വാസമായിട്ട് എതിർക്കുന്നവരായിരിക്കാം, നമ്മളെ ഉപദ്രവിക്കുന്നവരായിരിക്കാം, പല വിഷയം നമുക്ക് ഫേവറബിൾ അല്ലാത്ത പാർട്ടിക്കാരായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥനയും യാചനയും സ്തോത്രവും പക്ഷപാതം ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തെ കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ നമ്മളങ്ങനെ അവർക്ക് വേണ്ടി ഏറ്റവും ആദ്യം അതാ ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മൾ ആവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ കർത്താവാക്കിയ ദേശത്തിന് വേണ്ടിയാ. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ അടുത്ത വാക്യം പറയുകയാണ്, 1 തീമോത്തി 2-4 വാക്യം പറയുക, അവൻ സകല മനുഷ്യർ രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മൾ ഭരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മയുടെ ഹൃദയത്തിൽ സംസാരിച്ച് നാളെ നമുക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ, നോക്കിക്കേ, റോയ് പാസ്റ്ററെ ഇന്ത്യൻ പാർലമെന്റ് വിളിച്ച് നരേന്ദ്രമോദി സർക്കാർ വിളിച്ച് പറയുക, പാസ്റ്ററെ നിങ്ങൾ അവിടെ മാത്രം TV മാത്രം പ്രാർത്ഥിച്ച പോരാ, ഭൂമി പ്രാർത്ഥിച്ച പോരാ, നിങ്ങൾ നിങ്ങളുടെ പാർലമെന്റ് ഒന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വിളിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന വേറെ പലരും വിളിച്ചാൽ നമുക്ക് അഭിമാനമല്ലേ? പക്ഷെ നമ്മളെന്നാ കാണുന്നേ, അയ്യോ അവൻ ശത്രുവാണേ, അവൻ തോക്കണമേ, അടുത്ത പ്രാവശ്യം പൊട്ടിപ്പൊളിയണമേ. എന്തൊരു ഉപവാസം നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഇലക്ഷൻ മുമ്പായിട്ട്. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവരല്ലേ ജയിച്ചേ. അപ്പൊ നമ്മൾ എങ്ങനെയാ അവര് തോക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഉപവാസം എടുത്തത്. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. വചനം പറയുക, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയമുള്ള, ബൈബിൾ എപ്പോഴും മനുഷ്യന് ചിന്തയ്ക്ക് വിരോധമായ ചിന്തയാണ്. ഹല്ലേലൂയ. നാട്ടുകാര് പറയും ഒരു കയറ്റം ഇറക്കമുണ്ട്, ഇറക്കമുണ്ടെന്ന് പറയും. പക്ഷെ വിശുദ്ധ വേദോസം പറയുകയാണ്, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുന്നത്. അതിന്റെ അർത്ഥം നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ലോകക്കാർ പറയും വെയിറ്റ് ആൻഡ് സീ, പക്ഷെ വിശുദ്ധ വേദോസം പറയാം ടേസ്റ്റ് ആൻഡ് സീ. ഹല്ലേലൂയ. ലോകക്കാർ പറയുന്നത് എങ്ങനെയാണ്? അവനെ നമുക്ക് തോപ്പിക്കണം, അടിച്ചു തോപ്പിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നീ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രൈസ് ഗോഡ്. അബ്രഹാമിന് അതുകൂടെ വാഗ്ദത്തം കൊടുത്തേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നമ്മൾ ആരെങ്കിലും ഒരാളെ ഇങ്ങനെ കൈനീട്ടി അനുഗ്രഹിച്ചാൽ അവന്റെ മേൽ അനുഗ്രഹത്തിന്റെ പങ്ക് നമുക്ക് വരും. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തെ ശപിച്ചാൽ ആ ശാപത്തിന്റെ പാപം നമുക്ക് വരും. നമ്മുടെ ആൾക്കാർ എങ്ങനെ പറയാം, കർത്താവെ നീ അവനിട്ട് കൊടുക്കണമേ, അവൻ താഴെ വീഴണമേ. പ്രിയമുള്ള ഒരു കാര്യം, ഒരു സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ പലരും ദ്രോഹിച്ചവരോ, നമ്മൾ താഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരോ, നമുക്കിത് മനസ്സിലായതുവാ. നമ്മൾ അവരെ ഒന്നും ചെയ്യണ്ട. അവരിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്കുള്ള പനിഷ്മെന്റ് എങ്ങനെ നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പനിഷ്മെന്റ് എങ്ങനെയാ? അവരെ കാണുക നമ്മളെ കർത്താവ് അങ്ങ് ഉയർത്തും. നമ്മൾ നോക്കി അയാളൊന്ന് വീഴാൻ വേണ്ടിയിട്ട്, അയാൾ വീഴത്തില്ല, നിങ്ങൾ കാക്കുകയും ചെയ്യല്ലേ. പക്ഷെ അവര് കാണുക നമ്മളെ കർത്താവ് അങ്ങ് ഉയർത്തും. നമുക്കിട്ട് സകല പണിയും, കേരളക്കാരുടെ ഭാഷയിൽ സകല പണി, പാര, കുറെ പാടുണ്ടല്ലോ, ഇതൊക്കെ ചെയ്ത ആളായിരിക്കും. പക്ഷെ അവര് നമ്മളെ നോക്കി നമ്മളെ കർത്താവ് അങ്ങ് ഉയർത്തും. അവർക്കുള്ള പനിഷ്മെന്റ് എന്നാണെന്നറിയോ? ഷോ, ഞാൻ ഇത്രയും ഇദ്ദേഹത്തിന് എന്നെ പാര വേണത് അത് ചെയ്തു, പക്ഷെ ഇങ്ങനെ അങ്ങ് പോവുകയാണല്ലോ. അതാണ് പനിഷ്മെന്റ് അവർക്ക്. നമ്മളെ കർത്താവ് ഉയർത്തും. അത് കണ്ട് നീർ ജീവിക്കുന്ന പനിഷ്മെന്റ് അവർക്ക്. അതുകൊണ്ട് അവര് താഴെ വീഴാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക നോക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ശത്രുവിന് മുമ്പേ മേശ ഒരുക്കുന്ന കർത്താവിനൊക്കെ സങ്കീർത്തനം പറയുന്നില്ലേ? ശത്രുവിന് മേശ ഒരുക്കുന്ന കർത്താവിന്റെ അർത്ഥം അതാ. നമ്മളെ കർത്താവ് ഉയർത്തും.
ഈ നോക്കി നിൽക്കുക അവരിങ്ങനെ ജീവിതകാലം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എന്നാലും ഈ സുനിൽ ബ്രദർ എങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇതാണ്ട് ഇന്ന് അവിടെ പ്രസംഗിക്കുന്നു, ഇവിടെ പോകുന്നു, ബിഷപ്പ് എന്ന് പറയുന്നു, ഞാനൊക്കെ 14 ശുശ്രൂഷ ഇങ്ങനെയാണെങ്കിൽ കയറി പോകുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശത്രു വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. വചനം സദൃശവാക്യം പറയുക, നിന്റെ ശത്രു വീഴുമ്പോൾ നീ ചിരിക്കരുത്, ദൈവം അവന്റെ കോപം അവന്റെ മേൽ നിന്ന് മാറ്റുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് സീക്രട്ട്. ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്റെ സഹോദരന്മാരെ, ഞാൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാവണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ കാര്യം ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് നമ്മുടെ കർത്തവാക്യവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുവാണ്. സ്തോത്രം. നമുക്കൊരു വാക്യം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ഈ വാക്യം എടുക്കാം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. 2 കൊരിന്ത്യൻ. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകതന്നെ ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. 12-ാം വാക്യം. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തത് പോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ആമേൻ. ഇത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്കൂടെ പറയുക, ഒരുത്തന് മനസ്സൊരുക്കമുണ്ട് ഒന്ന് പറയുകയാണ്. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ട ഇപ്പോൾ പ്രവൃത്തി അനുഷ്ഠിപ്പിൻ. ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം 8-9 അധ്യായം മുഴുവനും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ അനുഗ്രഹിക്കുന്ന വാക്യങ്ങളാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് അതിന്റെ 8-9 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിർധനനായിരുന്നിട്ടും സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ സമ്പന്നത അനുഭവിക്കേണ്ടതിനായി നിർധനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കേണ്ടതല്ലേ എന്ന് പറയുന്നു. 8-9 അധ്യായം എല്ലാം ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക. അപ്പൊ നമ്മള് അപ്പോസ്തലൻ പൗലോസ് ദൈവവേലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവവേലയ്ക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കത്തുള്ളൂ. ഒരാൾക്ക് 100 രൂപ കൊടുക്കാനുള്ള താല്പര്യം പ്രാപ്തി ഉണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. എന്നാലും ഞാൻ 10 കൊടുക്കുന്നു വെച്ചാൽ അതിന് അനുഗ്രഹമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ നമ്മൾ എന്തുകൊണ്ട് ഇന്ന് തിരുവല്ല സൈഡിലെ ദൈവമക്കളൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. പണ്ട് കാലത്ത് ഉള്ളതെല്ലാം കൊടുത്തു. നമുക്ക് ഈ ആവരണമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് കാര്യം എങ്ങനെയെന്ന് അറിയാമോ? പണ്ട് കാലത്ത് കർത്താവിന്റെ വേലക്കാർ ശുശ്രൂഷിക്കുമ്പോൾ അന്ന് പാർസനേജ് കെട്ടാനും ബൈബിള് കൊടുക്കാനും ഇവർക്ക് ബാഗ് മേടിക്കാനും പൈസ ഇല്ല. അന്ന് കാലത്ത് എന്ത് ചെയ്തു? അവർ സേവിങ്സ് എല്ലാം സ്വർണ്ണം എല്ലാ ഊരിയും കൊടുത്തു. അന്ന് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നീടാണ് ഇപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. തിരുവല്ല ലോകത്തിലെ മുഴുവൻ ബാങ്ക് വരാൻ കാരണം എന്നാ? കർത്താവ് വേലയ്ക്ക് കൊടുത്തതുകൊണ്ടാണ്. അമേരിക്കയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവവേലയ്ക്ക് കൊടുത്തതുകൊണ്ടാണ്. അപ്പൊ ദൈവവേലയ്ക്ക് കൊടുക്കും. എങ്ങനെ കൊടുക്കും? പ്രാപ്തി ഇല്ലാത്തപോലെ പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കണം. ഇന്ന് നമ്മുടെ 10 രൂപ മാത്രം ഇടുന്ന സ്വഭാവം അതൊക്കെ മാറ്റണം. നമ്മുടെ മൊബൈലൊക്കെ എത്ര ലക്ഷം രൂപയുടെ മൊബൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എത്ര ലക്ഷം രൂപ, എത്ര രൂപയുടെ വാച്ച് നമ്മൾ കെട്ടുന്നത്? എത്ര ഷർട്ട് നമ്മൾ മാറ്റുന്നുണ്ട്? എത്ര നമ്മൾ ഡ്രസ്സുകൾ മാറുന്നുണ്ട്? നമ്മുടെ കാറ് മാറുന്നുണ്ട്? എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ 10 രൂപയുടെ കെട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി 10ന്റെ അടുത്ത് ഒരു 4 പൂജ്യം കിട്ടും. 1000, 10,000, 2000 ഒക്കെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി പ്രാപ്തി ഉള്ള പോലെ കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കും. ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 8-ന്റെ 2 9-ന്റെ 6, 7, 8 വായിക്കുമ്പോൾ, എന്നാൽ ലോപമായി വിതയ്ക്കുന്ന ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കും ധാരാളമായി കൊയ്യുന്ന ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ ഇഷ്ടത്തെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവം സ്നേഹിക്കുന്നു. അതിന്റെ 9-ാം അധ്യായം 8-ാം വാക്യം ശ്രദ്ധിക്കണമേ. നിങ്ങൾ സകലത്തിനും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഹല്ലേലൂയ. കർത്താവിന് വേലയ്ക്ക് നല്ലപോലെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ. ഹല്ലേലൂയ. ചില വീട്ടിൽ ചെന്ന് പറയും, ഇവിടെ എല്ലാം ഉണ്ട്, കൊച്ചിന്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണേ. വിഷയങ്ങളാ, തൃപ്തിയില്ല. എന്നാ കാര്യം? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് വേലയ്ക്ക് നിർബന്ധത്തെ കൊടുക്കരുത്. ഞാൻ പ്രകാരം കൊടുക്കണ്ട. ഹൃദയ നിശ്ചയം കൊടുത്തു കഴിഞ്ഞാൽ ദൈവവേലയ്ക്ക് നമുക്ക് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടല്ല ഇന്നും ആബേലിനെ കുറിച്ച് പറയുന്നത്. ആബേലിനെ കുറിച്ച് ഇന്നും പറയുന്നത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത, പുതിയ കൊടുത്ത ഒത്തിരി പേരില്ലേ?
അഞ്ചപ്പം കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ കാലില് സ്തോത്രം സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് കർത്താവിന്റെ കാല് കഴുകിയ സൗകര്യത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീക്കോദിമോസ് കർത്താവിന്റെ ശവസംസ്കാരത്തിന് കൊണ്ടുപോയി കൊടുത്തത് എന്തുവായിരുന്നു? 100 റാത്തൽ സുഗന്ധദ്രവ്യം. ഇന്ന് അതിന്റെ വില 18 കോടിയാണ്. ഞാൻ ഈയിടെ അന്വേഷിച്ചു ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ 18 കോടിയാണ്. 18 കോടി രൂപയുടെ അതിന്റെ സുഗന്ധദ്രവ്യമാണ് യേശു കർത്താവിന്റെ ശവസംസ്കാരം ഉപയോഗിച്ചത്. പോട്ടെ, ഒരു 1.8 കോടിയാകട്ടെ, ആരങ്ങനെ ഇന്ന് കൊടുക്കും? ഹല്ലേലൂയ സ്തോത്രം. അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ സംഗ്രഹിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. നമ്മൾ സ്വർണ്ണമൊക്കെ സംഗ്രഹിക്കുന്ന പോലെ പണ്ട് സുഗന്ധദ്രവ്യമായിരുന്നു തന്റെ സേവിങ്സ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ആ നീക്കോദിമോസ് സംഗ്രഹിച്ചത് 100 റാത്തൽ തന്റെ സമ്പാദ്യം മുഴുവൻ യേശുവിന്റെ കാൽക്കൽ യേശുവിന് കൊടുക്കാൻ എനിക്ക് വേറെ ഒന്നുമില്ല താൻ പറയുകയാ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ വന്നവനും ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ ആർക്കും താൻ ദൈവമാണ് യഥാർത്ഥം മനസ്സിലായ വ്യക്തിയാ നീക്കോദിമോസ്. ഹല്ലേലൂയ. യേശുവിന് ദൈവത്വത്തെ താൻ സമ്മതിച്ചപ്പോൾ കർത്താവിന്റെ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തത് തന്റെ സമ്പാദ്യം മുഴുവൻ. ഇനി ഞാൻ എന്നാ കൊടുക്കേണ്ടതെന്നായിരുന്നു. അതുകൊണ്ട് എന്തായി? അത് വിശുദ്ധ വേദോസ് എഴുതി വെച്ചു, നീക്കോദിമോസ് 100 റാത്തല് സുഗന്ധദ്രവ്യം കർത്താവിന്റെ സംസ്കാരത്തിന് വേണ്ടി താൻ മാറ്റിവെച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റും ഏറ്റവും നല്ലതും കൊടുക്കും. നമ്മൾ ഇങ്ങോട്ടെന്നാ കിട്ടും, ഇങ്ങോട്ടല്ല, നമുക്ക് അങ്ങോട്ട് തന്നെ കൊടുക്കാൻ പറ്റും. നമുക്കൊരു വാക്യം എടുക്കാം. അപ്പോസ്തലരുടെ 24-ാം അധ്യായം, അപ്പോസ്തലരുടെ 20-ാം അധ്യായം 34-35. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ കൈകളിൽ അധ്വാനിച്ച് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് താൻ കയ്യിൽ നിന്ന് അധ്വാനിച്ച് ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് പറയും, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞതാവും, നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും കൊടുക്കണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ പഠിപ്പിക്കലല്ല കേട്ടോ. അതിനും പറയുക, നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യം. യേശു താൻ പറഞ്ഞ വാക്യം. ഇത് നമ്മൾ സുവിശേഷങ്ങൾ എവിടെയും കാണുന്നില്ല. സുവിശേഷങ്ങളൊക്കെയും കർത്താവ് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും യേശു പറഞ്ഞ കാര്യമെന്ന് അപ്പോസ്തലൻ അത്ര നീറ്റായിട്ട് പറയുക, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് തന്നെ ഭാഗ്യം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. പക്ഷെ എങ്ങനെ കൊടുക്കണം? പിശുക്കി കൊടുക്കണം. ഹല്ലേലൂയ. ഉള്ളതില് ഏറ്റവും ബെസ്റ്റ് നല്ലത് കർത്താവിനോട് കൊടുത്ത് നോക്കുകയും, ഞാൻ പറയാൻ കേൾക്കുന്ന സഹോദരന്മാരെ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ പൊങ്ങച്ചമെന്ന് വിചാരിക്കരുത്. എന്റെ സാക്ഷി ഒന്ന് പറയാം. ഹല്ലേലൂയ. ഞാൻ ആദ്യം താമസിച്ച വീട് ഇവിടെ കാണിക്കാൻ വീഡിയോ ഉണ്ടൊക്കത്തില്ല. കൂടി വന്നാൽ ഒരു 20 ഫീറ്റ് നീളവും ഒരു 12 ഫീറ്റ് അല്ലെങ്കിൽ 18 ഫീറ്റ് വീതിയുള്ള ഒരു ചെറിയ വീടായിരുന്നു മൈസൂർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 2 ബെഡ്റൂം ഉണ്ട്, ഒരു ഹോളുണ്ട്, ചെറിയ കിച്ചൺ ഉണ്ട്, ഒരു ചെറിയ ബാത്റൂം ഉണ്ട്. ഞങ്ങളുടെ അടുക്കളയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് കയറാൻ 2 പേർക്ക് കയറാൻ ഒക്കത്തില്ല. അപ്പം ഞങ്ങൾ സാധനം എടുക്കണമെങ്കിൽ കുത്തിയിരുന്ന് എടുക്കാനൊക്കത്തില്ല. ചെറിയ ബാത്റൂമാണ് മൈസൂർ സ്റ്റൈലൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ദൈവാസം ആദ്യങ്ങളൊക്കെ വരുമായിരുന്നു. അവിടെ വന്ന് ശനിയാഴ്ച വന്ന് താമസിച്ച് ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ ദൈവാസന്മാരെ ഞാൻ വീട്ടിൽ കൈക്കൊള്ളും. ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു വലിയൊരു സൗണ്ട് ഉണ്ടാക്കുന്ന കൂളറുണ്ട്, ഒരു ഫാൻ ഉണ്ട്. ഇതൊക്കെ വെച്ച് ഇവരെ ഇങ്ങനെ തണുപ്പിക്കാറ്. മേളിൽ സാത്പന്റെ ഷീറ്റ് ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു. അപ്പൊ എന്റെ ഈ സ്നേഹവും ഇവരെ കാണിക്കുന്ന ഈ പ്രവൃത്തിയെ കണ്ടപ്പോഴത്തേക്ക് ദൈവാസം എന്നും പ്രാർത്ഥിക്കും, കർത്താവേ ഈ സുനിൽ ബ്രദറിന് മൈസൂരിൽ സ്വന്തമായിട്ട് വീട് കൊടുക്കണമെന്ന് പറയും. അപ്പൊ ഞങ്ങൾ ആമേൻ 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 ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വീടിന്റെ വീ മേടിക്കാൻ ഞങ്ങളുടെ പൈസയില്ല. വീടിന്ന് എഴുതിയ വീടിന്റെ വീ മേടിക്കാൻ അത്ര ഞങ്ങളുടെ പൈസയില്ല. ഞങ്ങൾ ആമേൻ ആമേന്ന് പറയും. പ്രിയമുള്ളവരെ, കൊല്ലങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന് മഹാകൃപയാല് മൈസൂർ പട്ടണത്തിൽ കർത്താവിലേക്ക് വീട് നൽകി. 3 ബെഡ്റൂമുള്ള വീട്. ഹല്ലേലൂയ. അതിന് 3നും AC ഉള്ള വീടാണ്. ഞങ്ങളുടെ അന്നത്തെ ബെഡ്റൂമിന്റെ വലിപ്പം ഇന്ന് ഞങ്ങളുടെ ബാത്റൂമിന്റെ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എനിക്ക് 4 വീടുകളെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പുറകെ ഞാൻ പറയാൻ കാരണം, ഇതിന് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതിന് പുറകെ കിട്ടിയത്. ഞങ്ങൾ കർത്താവ് കൊടുക്കാനൊരു മനസ്സ് തന്നു. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ മീറ്റിങ്ങിന് എന്റെ ഭാര്യയുടെ ഒരു വള പണയം വെച്ച്, ഞാൻ വിശ്വാസിയല്ല, ബന്ധക്കോസുകാരനല്ല, ഒരു വള കൊണ്ടേ പണയം വെച്ച് വേറെ 5000 രൂപ ജ്യേഷ്ഠന് കടം മേടിച്ച് ഞങ്ങൾ ആ ഹോള് ബുക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെ ചെയ്യാൻ കർത്താവിനെ കൊണ്ട് സാധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതൊന്നും എന്റെ ഒരു പൊങ്ങച്ചമെന്ന് ആരും വിചാരിക്കരുതേ. പ്രൈസ് ഗോഡ്. കർത്താവ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തന്നു. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ അനുഭവങ്ങളാണ് പ്രിയമുള്ളവരെ. ഞാനൊന്നും എന്റെ കടമെടുത്തല്ല, എന്റെ അനുഭവം കൊണ്ട് മാത്രം പ്രസംഗിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ അത് ഒന്ന് ഓർപ്പിക്കുവാണെങ്കിൽ അത് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം കർത്താവിന് കൊടുക്കുമ്പോൾ മനസ്സൊരുക്കമുള്ളവർ കൊടുക്കണം. പ്രാപ്തി ഇല്ലാത്ത പോലെയല്ല,
പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും ഒരു വാക്യം എടുക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. സൗരി അതിന് മുമ്പ് ഒരു വാക്യം എടുക്കേണ്ടത്. ഓക്കെ, അതെടുത്ത് വായിച്ചു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ആമേൻ. സിസ്റ്ററെ, ഒരു വാക്യം കൂടെ വായിക്കേണ്ടത് 1 തീമോഥെയോസ് 5:4 വായിച്ചാൽ. 1 തീമോത്തി 5-ാം അധ്യായം 4-ാം വാക്യം. അത് ഞാൻ തന്നെ വായിക്കാം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. ഹല്ലേലൂയ. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മക്കള് അപ്പനെ അമ്മയെ നോക്കുക എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ഇതെങ്ങനെയാ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ എപ്പോഴും തങ്ങളുടെ അപ്പനെയും അമ്മയും ഫോളോ ചെയ്യും, അല്ലെങ്കിൽ തങ്ങളുടെ അപ്പനും അമ്മയും ചെയ്യുന്നതാണ് മക്കള് ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, ഐശ്വര്യം ഉണ്ടാകുവാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അതായത് അവരെ അനുസരിക്കണം. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായമല്ലോ. തീമോഥെയോസ് പറയുകയാണ്, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ, അതായത് മക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ അവരാദ്യം ആ അമ്മച്ചിയെയും അപ്പച്ചനെയും നോക്കി പ്രത്യുപകാരം കാണിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. അപ്പൊ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ അപ്പനെ അമ്മയെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ പറ്റത്ത്. അമ്മായിമ്മയാണെങ്കിൽ നോക്കണം, അമ്മായിപ്പനാണെങ്കിൽ നോക്കണം. അത് നോക്കിയേ പറ്റും. അങ്ങനെ നോക്കിയാലേ ദൈവപ്രസാദം ലഭിക്കും. വേറെ എല്ലാം കൊണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. ഞാൻ തുറന്ന നാടൻ ഭാഷയിൽ പറയുകയെ, ഇത് കേട്ടാൽ വിഷമിച്ചാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. എന്നെ ബേപ്പാസ് പിന്നെ വിളിച്ചില്ലും പ്രശ്നമില്ല. ഇത് പറയേണ്ട കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്വന്തം അപ്പനെ അമ്മ വലിയ കാര്യം, ഭർത്താവിന്റെ അപ്പനെ അമ്മയും കണ്ടു കഴിഞ്ഞാൽ ഇച്ചിച്ചി അങ്ങനെയൊക്കെ പറയാം പാസ്റ്റേ. ഇവിടുത്തെ പറഞ്ഞ സാധാ മലയാളം നാടൻ ഭാഷയെ കേട്ടോ. അല്ലെങ്കിൽ സ്വന്തം അപ്പന് വലിയ ഇഷ്ടം, ഭാര്യയുടെ അപ്പനെ അമ്മ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. അല്ലെ പിന്നെ 5000-6000 കൊടുത്ത് വല്ല വിദേശത്ത് കൊണ്ടുപോയാക്കും. അതല്ല ചെയ്യേണ്ടത്. അതെ, പ്രായമായി കഴിഞ്ഞ അപ്പനമ്മ കുറ്റം പറയും. ഓ, അവളൊന്നും ഉണ്ടാക്കുന്ന ഇപ്പൊ ശരിയില്ല, പണ്ടത്തെ രുചിയൊന്നുമില്ല. എന്നാ സംഭവം എന്നറിയാം, ഒരു പ്രായം കഴിഞ്ഞ് നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അതിന് ആ രുചി കിട്ടത്തില്ല. അപ്പൊ അവര് പറയും, ഇല്ല മോളെ, അവള് പണ്ടത്തെ പോലെ ഉണ്ടാക്കത്തെ. അവ ഉണ്ടാക്കാഞ്ഞിട്ടല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇവരുടെ നാവിന് രുചി കുറവാ, നിങ്ങൾ എരിവ് കൂട്ടി കൊടുത്താൽ രുചി കിട്ടത്തെ. അപ്പൊ അങ്ങനെ പറയും. ഒരു പ്രായം കഴിഞ്ഞ ഓർമ്മയൊക്കെ വല്ലാണ്ട് പോകും. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ ഒന്നും തരത്തില്ല മോളെന്ന് പറയും. നിങ്ങൾ കൊടുത്താലും അത് ഓർമ്മ നിൽക്കാത്തതുകൊണ്ട് അവിടെ പ്രായത്തിന്റെ കുഴപ്പമാ. നിങ്ങൾ മനസ്സിലാക്കിയായിട്ട് നിങ്ങളുടെ കൊച്ചുങ്ങള് എന്നെങ്കിലും നിങ്ങൾ നല്ലത് പറഞ്ഞിട്ട് കൊടുത്ത് എനിക്ക് തന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ചിനെയൊക്കെ നിങ്ങൾ അതിന്റെ മുഖം കണ്ട്, അതിന്റെ ചിരി കണ്ട്, അതിന്റെ ബോഡിയിലെ എക്സ്പ്രഷൻ കണ്ടല്ലേ കുഞ്ഞിനെ നമ്മൾ നോക്കിയത്. നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് 2 കൊച്ചുങ്ങളും അപ്പനും അമ്മ ഉണ്ടെങ്കിൽ 2 കൊച്ചുങ്ങളെ അടിച്ചു വളർത്തണം, 2 കൊച്ചുങ്ങളെ അടി കൊണ്ട് വളർത്തണം. അത്രേ ഉള്ളൂ കാര്യം. അവരുടെ അടി കൊണ്ട് 2 കൊച്ചുങ്ങളെ വളർത്തുക, 2 കൊച്ചുങ്ങളെ അടി കൊടുത്ത് വളർത്തുക. ഇതാ ചെയ്യണ്ടേ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവർ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം ഈ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി ഫ്ലഷ് ചെയ്യാൻ മറന്നു പോകും. അവരുടെ പ്രായത്തിൻ്റെതാ. ഇടയ്ക്ക് 3 പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ ബാത്റൂമിൽ കയറി നോക്കുക. ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അതിന് ഫ്ലഷ് ചെയ്ത തീരുന്ന കാര്യമുള്ളല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയ സഹോദരന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയത്. എത്ര പ്രാവശ്യം കുഞ്ഞുങ്ങളെ നമ്മൾ സ്നഗ്ഗി മാറ്റിയിട്ടുണ്ട്. എത്ര രാത്രികാലം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എത്ര കൊച്ചു പനി പിടിച്ചപ്പോൾ ഉറങ്ങാതെ നമ്മൾ എന്തെല്ലാം ഫേവറ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതേപോലെയല്ല നമ്മുടെ അപ്പനമ്മയും വളർത്തിയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഒരു ആഹ്വാനം, ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനമ്മ ഒന്ന് വിളിക്കണം. ഒരാഴ്ച നിങ്ങളുടെ കൂടെ അവർ അപ്പച്ചനമ്മച്ച് താമസിപ്പിച്ച് ഒന്ന് സിറ്റിയിലൊക്കെ വിളിച്ചോണ്ട് പോയി അവർക്ക് ഇഷ്ടമുള്ള മസാല ദോശയോ ഒരു പാനിപ്പുരിയോ അല്ലെങ്കിൽ KFC ഒക്കെ അവർക്ക് തിന്നാനൊക്കെ ഒന്നും അറിയത്തില്ല. പഴയ ആൾക്കാരാണ്, ഇപ്പം തിന്നുന്ന ആൾക്കാരെ കാണുമായിരിക്കും. അതൊക്കെ ഒന്ന് കൊടുത്തൊരു സാരി, ഒരു ചെറിയ നേരിയതൊക്കെ ഒന്ന് മേടിച്ചു കൊടുത്താൽ അവര്, നിങ്ങൾ സിറ്റി താമസിക്കുന്ന ആളാണെങ്കിൽ സ്വന്തം നാട്ടിൽ പോയിട്ട് പറയും, എടീ എന്റെ ഏലിക്കുട്ടി എന്നെ വിളിച്ചോണ്ട് പോയി കേട്ടോ, ചേട്ടൻ അത് മേടിച്ചു തന്നു, ഇത് മേടിച്ചു തന്നു, പിന്നെ ആ തന്നെ പൊങ്ങുന്ന സാധനത്തിൽ കയറ്റി ഇറങ്ങുന്ന സാധനത്തിൽ കയറ്റി അവിടെ എല്ലാം കൊണ്ടുപോയിടി. അന്ന് അമേരിക്കയിൽ പോയവർ അമ്മച്ചിമാരൊക്കെ പറയുന്ന കേൾക്കത്തില്ല, കഥ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അവര് കുറെ 6 മാസം കൂടുതൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് വലിയ ഇഷ്ടമുള്ള കാര്യമായി. ഇതല്ല നമ്മള് ഈ എത്ര ഉപവസിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങള്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അപ്പനോട്, സ്വന്തം അപ്പനോട് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ?
100 കാര്യം നിങ്ങൾ നല്ലത് ചെയ്യും, നിങ്ങൾ പുള്ളിക്ക് ഇല്ലാത്ത ഇഷ്ടമില്ല ഒരു കാര്യം ചെയ്ത് വിചാരിച്ചു, പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ? പുള്ളി പറയും ഓക്കെ നിങ്ങളെല്ലാം, പുള്ളി എന്നൊക്കെ പറയാവോ? ഓക്കെ, നമ്മളെല്ലാ കാര്യം ചെയ്യും. നിങ്ങളെ ഒറ്റ സ്വഭാവം, നിങ്ങളുടെ അനിയത്തിയെ കണ്ടാൽ പറ്റത്തില്ല, പുള്ളിക്ക് അനിയത്തിക്ക് ഒരു കിണുക്ക് കൊടുക്കും, അല്ലെ അനിയന് ഒരു കിണുക്ക് കൊടുക്കുന്ന ആളാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാം നല്ല ചെയ്യും, അത് പപ്പായ്ക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് ചെയ്യും? പപ്പായ്ക്ക് ഇഷ്ടം നിങ്ങളെ ഇഷ്ടപ്പെടുവോ? അപ്പൊ ഈ എത്രയും കാര്യം, ഇനി ഒത്തിരി കാര്യം കിടക്കുക. അപ്പം എല്ലാം ഉണ്ടായിട്ട് സ്വന്തം അപ്പനെ അമ്മയെ നോക്കാതെ അവർ അനാഥാലയത്തിൽ കൊണ്ടുപോയി, യേശു കർത്താവ് പോലും തന്നെ മാതാവിനെ ക്രൂശി കിടക്കുന്ന ഓർത്തു, മോനെ നിന്റെ അമ്മയാ, അമ്മേ നിന്റെ മകനാ. കർത്താവ് ചെയ്ത ഒരു ഉത്തരവാദിത്തമാണ്. യേശുവിനെ അനുഗമിക്കുകയും ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഇത് ചെയ്യാതെ പോലെ എങ്ങനെയാ? പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് പലരും കണ്ടാ വളരുന്നത്. നമുക്കും ആമക്കളെങ്കിൽ ആമക്കൾ കാണും, നമുക്ക് പെമ്മക്കൾ കാണും, നമുക്കും പ്രായമൊക്കെ ആകും. കർത്താവ് വന്നെങ്കിൽ ഇതൊക്കെ അവിടെ ചോദിക്കും, വന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സുനിൽ ബ്രദറെ കുറച്ച് റോങ് ആയിട്ട് പറഞ്ഞ് വിചാരിക്കരുത്. ഇപ്പൊ എന്നെ ബഹുമാനിച്ച ദൈവപ്രസാദം ലഭിക്കും. പല അനുഗ്രഹത്തെ തടസ്സം ഞാൻ പറഞ്ഞത്, അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങളെ പറഞ്ഞു. നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഇപ്പൊ എന്നെ ബഹുമാനിക്കണം, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വേണം വളരാൻ. ഹല്ലേലൂയ. പ്രൈസ് സമയമായി. പക്ഷേ ജസ്റ്റ് ഞാനൊരു 5 മിനിറ്റ് അകത്ത് തീർക്കാൻ ആഗ്രഹിക്കുവാണ്, വേഗത്തിൽ പറയാം. ഒരു വാക്യങ്ങൾ വായിക്കണേ. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം. എബ്രായർ 13-16. 13-16. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കും. നന്മ ചെയ്യുന്നത് കുറച്ച് യാഗമുള്ള, കുറച്ച് പ്രയാസമുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ള സഹോദരിയുടെ ഒരു മോക്കൊരു കല്യാണം വന്നു, ഇച്ചിരി പൈസ കൊടുക്കാൻ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അവിടെ വീട് മാറുക, നമ്മൾ പോയി ചിലപ്പം വല്ലതും ചെയ്യേണ്ടി വരും. അവിടെ മരണം സംഭവിച്ചു, നമ്മൾ പോയി വല്ലതും ചെയ്യേണ്ടി വരും. ഈ നന്മയും അതുപോലെ ഫെലോഷിപ്പ് പ്രയാസമുള്ള കാര്യമാണ്. ദൈവപ്രസാദം വരുന്ന അവിടെയാ. ഈ ഇന്നത്തെ ഈ കൂട്ടായ്മയിലെ ദൈവപ്രസാദം വരുന്നത്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി പല ത്യാഗമില്ല. എനിക്ക് വേറെ പല പരിപാടി ഉണ്ടായിരുന്നു. ദൈവാസം പറഞ്ഞപ്പോ ഞാൻ ഉടനെ ഇന്നത്തെ രാത്രി പാസ്റ്റർ പറഞ്ഞോണ്ട് ഓർത്തത്, ഞാൻ ആ സമയത്ത് ഒരുങ്ങി നിൽക്കുക, എനിക്ക് ഒത്തിരി വേറെ കാര്യം ചെയ്യാനുണ്ട്. ഇതൊരു ത്യാഗമാ, കൂട്ടായ്മ ഒരു ത്യാഗമാ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ത്യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, അന്യർക്ക് വേണ്ടി മറ്റോ പലർക്കും വേണ്ടി ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അത് ഒരു ത്യാഗമാ. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുക. അതിനും പറയുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കുക, സ്വന്തം ഗുണം മാത്രം നോക്കാതെ അന്യന്റെ ഗുണം കൂടെ നോക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണമെങ്കിൽ ഭൂമിയിൽ ഇറങ്ങി വരാതെ ഒറ്റ വാക്കിനാൽ പാപം എല്ലാം ക്ഷമിച്ചിരിക്കുന്നു അന്ന് ഒറ്റ വാക്ക് പറയാം. പക്ഷെ കർത്താവ് സ്വയം ത്യാഗമായി ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളം വിചാരിക്കാതെ മനുഷ്യരൂപത്തിൽ ദാസനായി താൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ എല്ലാം നൽകിയ കർത്താവ്. റോമാലേഖനം 12:13 പറയുന്നുണ്ട്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റരിപ്പീൻ, വിശ്വസ്തന്മാർ ആവശ്യം കൂട്ടായ്മ കാണിപ്പീൻ, സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ 1 യോഹന്നാൻ 3:17 പറയുകയാണ്, എന്നാൽ ലോകത്തിലെ വസ്തുവകയുള്ളവർ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെന്ന വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിൽ സത്യത്തിനെ സ്നേഹിക്കണം. പ്രവൃത്തിയും കൂടെ വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. എബ്രായർ 11:6 വായിക്കാമോ? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആരും കഴിയത്തില്ല. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം പാസ്റ്റർ, സമയം 1 മിനിറ്റേ ഉള്ളൂ. നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കർത്താവേ, 2-3 പേർ കൂടി വരുത്തൊക്കെയും നീ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുശു 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 കുശു, അത് കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെ കണ്ടോ, ഇങ്ങനെ കണ്ടോ. ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ കുറ്റം പറയുന്നത്. കർത്താവരദാസൻ PG വർഗീസ് സംഘടന ഓഫീസിൽ വാക്ക് എഴുതിയിട്ടുണ്ട് പോലും, ഞാൻ പോയിട്ടില്ല, കേട്ടതാണ്. ഇവിടെ സന്നിഹിതരല്ലാത്തവരുടെ കുറ്റം ഇവിടെ പറയരുത്. ഹല്ലേലൂയ.
നമ്മൾ കൂടുന്ന കുറവ് പറയാം. നമ്മൾ കൂടിയ കർത്താവ് അവിടെ ഉണ്ട്. യൂണിയൻ അല്ല. 2-3 പേർ കൂടുന്നത് യൂണിയൻ അല്ല. 2-3 പേർ കർത്താവ് നാമത്തിൽ കൂടിയ കർത്താവ് അവിടെ ഉണ്ട്. കർത്താവ് ഉള്ളപ്പോ നമ്മൾ കൂടി മറ്റൊരു കുറ്റം പറയും. കാരണം വെച്ചാൽ എന്നെയും നിങ്ങളും തിരഞ്ഞെടുത്ത കർത്താവ്. ഞാൻ ഈ പ്രസംഗത്തിനകത്ത് ഇന്ന് ഞാൻ സംസാരിച്ച വാക്യത്തിനകത്ത് എന്റെ ചില ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പ്രസംഗ ഭാഷയിൽ ഉപയോഗിക്കാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കാണും. അല്ലെങ്കിൽ എന്നെ കുഴപ്പമുള്ള കാര്യം അതെന്നെ നിങ്ങൾ തിരുത്താം. പക്ഷെ നിങ്ങൾ രണ്ടും മാറി എന്ന് കുറ്റം പറഞ്ഞ് എന്നെ തിരഞ്ഞെടുത്ത കർത്താവല്ലേ? ദൈവപാസ്റ്റർ ഈ ഒരു ശുശ്രൂഷ മുമ്പിൽ നിർത്തി ദൈവം നമ്പരാനല്ലേ? നിങ്ങൾ ഓരോരുത്തർ കൂട്ടിയ ദൈവം നമ്പരാൻ എന്തോ ഒരു കാര്യം കർത്താവിനെ കണ്ണിങ്ങനാക്കിയത്. ഒരു കാര്യം നല്ല ഗുണം കർത്താവ് കണ്ടാക്കിയത്. നമ്മൾ ഓരോരുത്തരെയും ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവന്റെ കുറ്റം പറയരുത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു കാര്യം 2-3 പേർ കൂടുന്നത് ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ അത് മാത്രം വിശ്വസിച്ച് ഈ കുറ്റം എന്ന് പറയാതിരിക്കാവോ? അത് മാത്രം വിശ്വസിച്ചോ. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമെന്നും വിശ്വസിക്കണതല്ലോ. ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തു. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. കർത്താവേ, ഈ സമയത്ത് ആരും രോഗികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കരം ഉയർത്താമോ?